ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നഹ്ലാസ് കിച്ചൺ. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അറബിക് ഡെസേർട്ടാണ് അലി. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അലി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അത്രമാത്രം കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഞാനൊരു കപ്പ് പാലെടുത്തിട്ടുണ്ട്, ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയൊരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് വേണം നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് മതി ആഡ് ചെയ്താൽ മതിയാവും ഷുഗർ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ പാൽ നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ബദാം നന്നായിട്ട് അരിഞ്ഞു വെച്ചതും വാൾനട്ട് അരിഞ്ഞു വെച്ചതും യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. കാഷ്യൂസും അത് ഏത് ഡ്രൈ നട്ട്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് വാനില എസൻസ്, ഒരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. പാലൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് വേറൊരു ഗ്ലാസ്സിൽ കുറച്ച് കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് അതിൽ തന്നെ കുറച്ച് മിൽക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ടൈറ്റായിട്ട് വരും. നന്നായിട്ട് കുറുകിയെടുക്കുക. ടൈറ്റ് ആവണ വരെ നന്നായിട്ട് കുറുകിയെടുക്കുക. അത് ടൈറ്റ് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടീസ്പൂൺ കൂടിയും കോൺഫ്ലവർ ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ബ്രെഡ് സ്ലൈസ് ചെയ്ത് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം രണ്ട് സൈഡും. ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സ്ക്വയർ ഏത് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സൈഡ് പോർഷൻ ഒന്ന് കളഞ്ഞാൽ മാത്രം മതിയാവും. ഇതിനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമും കൊണ്ട് ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് സെറ്റാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഫുൾ ലെയറായി കഴിഞ്ഞാൽ അതിലേക്ക് ഡ്രൈ നട്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അടുത്ത ലെയറും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലാ ഭാഗവും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ആ ക്രീം ഒരു ലെയറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാവരുടെയും ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ഡ്രൈ നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു, ബൈ.